എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാൽവെയർ ആണ്. ഒരുപാട് എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മാൽവെയർ. ഓക്കെ. അപ്പോൾ മാൽവെയർ എന്ന് പറഞ്ഞാൽ മലേഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എക്സാമിന് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പാംസ് ആണ്. അതേപോലെ തന്നെ ദാം ഒരു ഡാഷ് ആണ്, മാൽവെയർ ആണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളുടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഓക്കെ. അപ്പൊ എന്താണ് മാൽവെയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാൽവെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ദോഷകരമായിട്ട് മാറുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. എല്ലാ സോഫ്റ്റ്വെയറും നല്ലതല്ല, കമ്പ്യൂട്ടറിന് ദോഷകരമായിട്ട് മാറുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനെയാണ് പറയുന്നത് മാൽവെയർ എന്ന് പറയുന്നത്. അപ്പൊ മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താ? മലേഷ്യസ് സോഫ്റ്റ്വെയർ. എന്താണ് മാൽവെയർ? മലേഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയാം. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിന് ദോഷകരമായിട്ട് മാറുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടും. മാൽവെയറിന്റെ എക്സാമ്പിളുകളാണ് നമ്മൾ നോക്കുന്നത്. വൈറസ് ഉണ്ട്, വേം, ട്രോജൻ ഹോഴ്സ്, സ്പൈവെയർ, ആഡ്വെയർ, റാൻസംവെയർ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വൈറസ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വൈറസിന്റെ എക്സാമ്പിളുകൾ പഠിക്കാം. കാരണം ഓരോ എക്സാമ്പിളുകൾ കൊടുത്തിട്ട് ഇത് വൈറസ് ആണോ, വേം ആണോ, ട്രോജൻ ഹോഴ്സ് ആണോ, അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ ആന്റി വൈറസ് ആണോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ ആദ്യം നമുക്ക് ഈ വൈറസിന്റെ എക്സാമ്പിളുകൾ നോക്കാം. അതിനുശേഷം എന്താണ് വൈറസ്, എന്താണ് വൈറസും വേമും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ വൈറസ് നമുക്ക് നോക്കാം. ഐ ലവ് യു, മെലിസ, ബ്ലാസ്റ്റർ, ഫ്ലെയിം, കാസ്കേഡ്. സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അപ്പൊ ജസ്റ്റ് ആലോചിച്ചോളൂ. ഐ ലവ് യു മെലിസ. മെലിസ എന്ന് പറയുന്ന ഒരു പെണ്ണാണെന്ന് വിചാരിച്ചോളൂ. ഐ ലവ് യു മെലിസ. അപ്പൊ മനസ്സിൽ ലഡ് പൊട്ടി എന്നൊക്കെ പറയില്ലേ, ബ്ലാസ്റ്റ് ചെയ്തു. ഓക്കെ, ബ്ലാസ്റ്റ് ചെയ്തു. അപ്പൊ ബ്ലാസ്റ്റർ ഓർക്കാം. അതേപോലെ തന്നെ ബ്ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക. അപ്പൊ ഫ്ലെയിം വരും അല്ലെ. തീയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്ലെയിം പഠിക്കാം. പിന്നെ കാസ്കേഡ് ഉണ്ട്. അപ്പൊ ഇത്രയും പേരുകൾ പഠിച്ചു വെച്ചേക്ക്. ഏതൊക്കെയാണ്? ഐ ലവ് യു മെലിസ, ബ്ലാസ്റ്റർ, ഫ്ലെയിം, കാസ്കേഡ്. ഇനി വൈറസിനെ കുറിച്ച് SCERT ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എന്താ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസിന് മെയിൻ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇരട്ടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇരട്ടിക്കണമെങ്കിൽ എന്ത് വേണം? ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം. എന്ത് വേണം? ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം. ഓക്കെ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ പെൻ ഡ്രൈവ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വൈറസ് കയറുക അല്ലെ, സിസ്റ്റത്തിൽ വൈറസ് കയറി എന്ന് പറയില്ലേ. അപ്പോൾ വൈറസിന് ഇരട്ടിക്കാനും പറ്റും. അതേസമയം ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം എന്താണ് ഇതിൽ കൊടുത്തതെന്നുള്ളത് നോക്കാം. ഒരു പ്രോഗ്രാം അതിനെ തന്നെ മറ്റൊരു പ്രോഗ്രാമുമായി കൂട്ടിച്ചേർക്കുകയോ നമ്മൾ അറിയാതെ തന്നെ മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് വ്യാപിപ്പിക്കുകയോ കമ്പ്യൂട്ടറുകളുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. എപ്പോഴും മനസ്സിലാക്കുക, കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് കമ്പ്യൂട്ടർ വൈറസ് കേട്ടോ. ഓക്കെ, പ്രോഗ്രാം ആണ്, സോഫ്റ്റ്വെയർ അല്ല വൈറസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് കമ്പ്യൂട്ടർ വൈറസ്. ഇനി ഒരു വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ തിരുത്തുവാനോ നശിപ്പിക്കുവാനോ അവ തന്നെ തനിപ്പകർപ്പുകൾ ഉണ്ടാക്കി മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് വ്യാപനം ചെയ്യുവാനോ ഹാർഡ് ഡിസ്കിലെ വിവരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുവാനോ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവിടെ എന്ത് വേണം? ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ അതിന് സ്വയം ഇരട്ടിക്കാനും പറ്റും, അല്ലെങ്കിൽ തനിപ്പകർപ്പുകൾ ഉണ്ടാക്കാനും പറ്റും. അതേസമയം അവിടെ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ഐ ലവ് യു, മെലിസ, ബ്ലാസ്റ്റർ, ഫ്ലെയിം, കാസ്കേഡ്. ഓക്കെ. ഇനി കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ഫ്രെഡ് കൊഹൻ ആണ്. PSC ചോദിച്ചിട്ടുണ്ട്. ഫ്രെഡ് കൊഹൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ നെയിം കമ്പ്യൂട്ടർ വൈറസ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഫ്രെഡ് കൊഹൻ കേട്ടോ. ഫ്രെഡ് കൊഹൻ. ഫ്രീ ആയിട്ട് വൈറസ് ഇടുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, ഫ്രെഡ് കൊഹൻ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ചോദിക്കുകയാണെങ്കിൽ ക്രീപ്പർ ആണ്. അത് പഠിച്ചു വെച്ചേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ എല്ലാം പഠിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? അത് ക്രീപ്പർ ആണെന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. ഈ ക്രീപ്പർ ആക്രമിച്ചിട്ടുള്ളത് ആർപ്പാനെറ്റിനെയാണ്. ആരെയാണ് ആക്രമിച്ചിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടറിന്റെ തന്നെ നമ്മൾ ജനറേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അല്ലെ, ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റിനെയാണ് ക്രീപ്പർ ബാധിച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കാൻ, നമ്മുടെ ഈ ക്രീപ്പർ ഉണ്ടല്ലോ, ക്രീപ്പർ ചെടികൾ, അതിങ്ങനെ പടർന്നു വരാനായിട്ട് നെറ്റ് വേണമല്ലോ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ആർപ്പാനെറ്റിനെയാണത് ആക്രമിച്ചിട്ടുള്ളത്. ഇനി ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്ക്. അത് PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് പ്രൊജക്ട് ആണ് ഏജൻസി നെറ്റ്വർക്ക്. അതാണ് ആർപ്പാനെറ്റ്. ഓക്കെ. അപ്പൊ ക്രീപ്പർ ബാധിച്ചിട്ടുള്ളത് ആർപ്പാനെറ്റിനെയാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ചോദിക്കുകയാണെങ്കിൽ പറയണം അതേതാണ്? അത് ക്രീപ്പർ ആണെന്നുള്ള കാര്യം പറയണം. ഓക്കെ. അതേപോലെ അടുത്ത പോയിന്റ് നോക്കിയേ. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് കേട്ടോ. അത് എന്തിനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ
DOS-നെയാണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ഇത് ആക്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ആക്രമിച്ചിട്ടുള്ളത് ആരെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെ ഓർത്ത് വെക്കുക അല്ലെ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഫുൾ ബാധിക്കുന്നതല്ല, അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ആക്രമിച്ചിട്ടുള്ളത് ഏതാ? ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ആണ്. ഓക്കെ, പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ബാധിച്ചിട്ടുള്ള വൈറസ് ചോദിക്കുകയാണെങ്കിൽ അത് ആപ്പിൾ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് മൊബൈൽ വൈറസ് ചോദിക്കുകയാണെങ്കിൽ അത് കബീർ ആണ് കേട്ടോ. ഫസ്റ്റ് മൊബൈൽ വൈറസ് ചോദിക്കുകയാണെങ്കിൽ കബീറിന്റെ മൊബൈൽ എന്നൊക്കെ വെറുതെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ചോദിക്കുകയാണെങ്കിൽ ക്രീപ്പർ ആണ്. അത് എന്തിനാണ് ആക്രമിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ക്രീപ്പർ എന്ന് പറയുമ്പോൾ പടർന്നു വരുന്ന ചെടിയാണ്. അപ്പോൾ നെറ്റ് വേണം എന്ന് പറഞ്ഞു അല്ലെ, ആർപ്പാനെറ്റിനെയാണ് ബാധിച്ചിട്ടുള്ള. ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുള്ള വൈറസ് ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ ആണ്. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ബാധിച്ചിട്ടുള്ള വൈറസ് ചോദിക്കുകയാണെങ്കിൽ അത് ആപ്പിൾ ആണ്. ഫസ്റ്റ് മൊബൈലിനെ ബാധിച്ചിട്ടുള്ള വൈറസ് ചോദിക്കുകയാണെങ്കിൽ അത് കബീർ ആണ്. ഓക്കെ, ഇത്രയും സെറ്റ് അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വൈറസുകളുടെ എക്സാമ്പിളും കൂടെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വേം ആണ്. ഓക്കെ, വേം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. വേം വൈറസിന്റെ ഫുൾ ഫോം വൈറ്റൽ, അതും കൂടെ പഠിച്ചേക്കണേ. വൈറസിന്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് ആണ് കേട്ടോ. എന്താണ് വൈറസിന്റെ ഫുൾ ഫോം? വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ഇനി എന്താണ് വേം എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വൈറസിനെ സ്വന്തമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇരട്ടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതേസമയം അവിടെ ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം അല്ലെ. അതായത് നമ്മൾ പെൻഡ്രൈവോ അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യും, ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ വൈറസ് സ്പ്രെഡ് ആവാന്നുള്ളത് പറഞ്ഞു. പക്ഷെ വേം എന്ന് പറയുന്നത് ഈ വൈറസിന്റെ അത്രയും പ്രശ്നമുള്ള ഒരാളൊന്നുമല്ല. അപ്പൊ അതിന് സ്വയമായിട്ട് ഈ പറഞ്ഞ പോലെ ഇരട്ടിക്കാനും അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അവിടെ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടാവണം എന്നില്ല. മനസ്സിലായോ? ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ മറ്റു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കാവുന്ന തരത്തിലുള്ള സ്വയം തനി പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ വേം. പക്ഷെ നമ്മുടെ വൈറസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും അപകടകാരിയല്ല കേട്ടോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ വേം എന്ന് പറഞ്ഞാൽ അതിന് സെൽഫായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും, അതേസമയം അതിന് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവും കൂടിയുണ്ട്. ഓക്കെ, ഇനി ഒരു ഇമെയിൽ അഡ്രസ് ബുക്കിലെ എല്ലാ ഇമെയിൽ വിലാസത്തിലേക്കും വേമിന്റെ ഒരു പകർപ്പ് അയക്കുവാൻ, ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് എല്ലാ ഇമെയിൽ വിലാസത്തിലേക്കും വേമിന്റെ ഒരു പകർപ്പ് അയക്കുവാൻ കഴിയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഐ ലവ് യു വേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഐ ലവ് യു വേം നോക്കുക. അതായത് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ഈ വേം അതിലെ ഒട്ടുമിക്ക ഫയലുകൾ മാറ്റി എഴുതി ഉപയോക്താക്കൾക്ക് ഐ ലവ് യു എന്ന വിഷയത്തോടെ ലഭ്യമായിട്ടുള്ള ഇമെയിലിൽ ലവ് ലെറ്റർ ഫോർ യു .text.vbs എന്ന ഫയൽ അറ്റാച്ച്മെന്റ് ആക്കി നൽകി. അപ്പൊ ഇതാണ് വേമിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി വേമിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം, അതും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ വേമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ് റീഡ് മെനി. എന്താണ്? റൈറ്റ് വൺസ് റീഡ് മെനി. ഓക്കെ, ഇതാണ് വേമിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ വൈറസും വേമും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. വേമിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനും പറ്റും. വൈറസിന് പക്ഷേ ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം എന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രോജൻ ഹോഴ്സ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ട്രോജൻ ഹോഴ്സ് പറയുന്നേക്കാൾ മുമ്പ് നമുക്ക് വേറൊരാളെ പരിചയപ്പെടാം. അതായത് ഈ ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ എനി ഡെസ്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഫ്രണ്ട് നമുക്ക് പെർമിഷൻ തരണം. ഒരു കോഡ് വരുമ്പോഴാണ് നമുക്ക് അതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതാണ് എനി ഡെസ്ക് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ പെർമിഷൻ വേണം. പക്ഷെ ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പെർമിഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് വേറൊരാളുടെ കമ്പ്യൂട്ടറിൽ കയറി അവരുടെ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ ട്രോജൻ ഹോഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ കമ്പ്യൂട്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഫയലുകൾ നശിപ്പിച്ച് വിവരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ചില ട്രോജനുകൾ കമ്പ്യൂട്ടറിന്റെ പിൻവാതിലിലൂടെ അപകടകാരികളായിട്ടുള്ള ഉപയോക്താക്കൾക്ക് പ്രവേശന മാർഗം തുറന്നു കൊടുക്കുകയും അതിലൂടെ രഹസ്യ വിവരങ്ങളോ സ്വകാര്യ വിവരങ്ങളോ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സാധനങ്ങളെല്ലാം എന്താ പറയാ ലീക്ക് ചെയ്തു പോകും. ആ ഒരു സംഭവമാണ് ട്രോജൻ ഹോഴ്സ് കേട്ടോ. പക്ഷേ വൈറസ്, വേം എന്നിവയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ട്രോജനുകൾ സ്വയം പെരുകുകയോ ബാധിച്ച ഫയലുകളുടെ പകർപ്പ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക.
അപ്പൊ ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ട്രോജൻ ഹോഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ എനി ഡെസ്കിലൊക്കെ പോലെ നമുക്ക് പെർമിഷനോടെയാണ് നമ്മൾ ഇതെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ ട്രോജൻ ഹോഴ്സിൽ അങ്ങനെയല്ല, പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അവർക്ക് ഫുള്ള് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന എന്താണ് സ്പൈവെയർ എന്നുള്ളതാ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് സ്കാൻ ചെയ്ത് ഓക്കെ അതിലത്തെ ഇൻഫർമേഷൻ ഒക്കെ ചോർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണ് സ്പൈവെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഹാർഡ് ഡിസ്ക് സ്കാൻ ചെയ്തിട്ട് കേട്ടോ, ഹാർഡ് ഡിസ്ക് സ്കാൻ ചെയ്തിട്ട് അതിലത്തെ ഇൻഫർമേഷൻ ഒക്കെ ചോർത്തിയെടുക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, സ്പൈവെയർ എന്ന് പറയാ. ഓക്കെ, സ്പൈ ചെയ്യാണ്. അതേപോലെ തന്നെ ആഡ്വെയർ ഉണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ആഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് വലിയ കുഴപ്പമുള്ള സാധനമൊന്നുമല്ല. അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഡ്സ് വരും അല്ലെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ ബാനേഴ്സ് വരും, അല്ലെങ്കിൽ പോപ്പ് മെസ്സേജസ് ഒക്കെ വരും അല്ലെ, പോപ്പ് മെസ്സേജ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ബാനേഴ്സ് ഒക്കെ വരും. അപ്പൊ അത് ആ ഒരു സംഭവമാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് നമുക്കറിയാം ആഡ് വരും അല്ലെ. പിന്നെ വരുന്നതാണ് റാൻസം വെയർ. ഇതേപോലത്തെ ഉള്ള ഒരാളാണ് റാൻസം വെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ഒരു മാൽവെയർ ആണ് അല്ലെ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടർ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. കമ്പ്യൂട്ടർ തുറക്കാന്നല്ല, നമുക്ക് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരും. അതായത് ഇന്ന പോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ തന്നാലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും. ആ ഒരു സംഭവമാണ് റാൻസം വെയർ എന്ന് പറഞ്ഞാൽ അതൊരു മാൽവെയർ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ? വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, വൈറസിന്റെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്, ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുള്ള വൈറസ്, പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ബാധിച്ചിട്ടുള്ള വൈറസ്, മൊബൈലിനെ ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേമിനെ കുറിച്ച് പറഞ്ഞു, ട്രോജൻ ഹോഴ്സ് പറഞ്ഞു, സ്പൈവെയർ, ആഡ്വെയർ, റാൻസം വെയർ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് നോക്കണം, സെറ്റ് ആക്കണം കേട്ടോ. അടുത്ത് നോക്കാം, ഫിഷിംഗ് ആണ്. ഒരുപാട് തവണ PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുതരം വ്യക്തിവിവര മോഷണമാണ് ഫിഷിംഗ്. എന്താണ് വ്യക്തിവിവര മോഷണം? അതായത് നമ്മുടെ പാസ്വേഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും ഇതൊക്കെ ചോദിച്ചിട്ടുള്ള എന്താ പറയാ, ഫേക്ക് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രമുഖ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള പേജുകളൊക്കെ നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ശ്രമത്തെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ അല്ലെ, ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ചൂണ്ടയിടുക അല്ലെ, ചൂണ്ടയിട്ട് കഴിയുമ്പോൾ ആരെങ്കിലൊക്കെ ചിലപ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും അതൊക്കെ കൊടുക്കും. ആ ഒരു സംഭവം മെയിനായിട്ട് ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ നമ്മൾ എന്താ പറയാ, സ്പൂഫിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ എന്താ പറയാ, സ്പൂഫിംഗ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഫിഷിംഗ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനിയുള്ളത് സ്പാംസ് ആണ്. സ്പാംസ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രചരണത്തിന് വേണ്ടി എല്ലാവർക്കും അയക്കപ്പെടുന്ന സന്ദേശത്തെയാണ് നമ്മൾ സ്പാംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജങ്ക് മെയിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അയക്കുന്ന വലിയ വലിയ മെയിലുകളെയാണ് ജങ്ക് മെയിൽ അല്ലെങ്കിൽ സ്പാംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, ഇത് വലിയ പ്രശ്നമുള്ള ആളൊന്നും അല്ല. അതേസമയം ഫിഷിംഗ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ എന്താ പറയാ, പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആന്റിവൈറസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇനി ആന്റിവൈറസിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ ആയിട്ട് വൈറസ് പ്രോഗ്രാമിനെ ഇല്ലാതാക്കാനുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ആന്റിവൈറസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമുക്ക് റീപ്പർ നോക്കാം. റീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രീപ്പറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ആർപ്പാനെറ്റിനെ ആക്രമിച്ചിട്ടുള്ള ഫസ്റ്റ് വൈറസ് ആണ് ക്രീപ്പർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ ആ ക്രീപ്പറിനെ എന്താ പറയാ, ഇല്ലാതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആന്റിവൈറസ് ആണ് ഏത്, റീപ്പർ. പേര് ഒരേപോലെ ഇല്ലേ, റീപ്പർ കേട്ടോ. അപ്പൊ ക്രീപ്പർ വൈറസിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഫസ്റ്റ് ആന്റിവൈറസ് ചോദിക്കുകയാണെങ്കിൽ അത് റീപ്പർ ആണ്. അതേപോലെ തന്നെ കുറച്ച് ആന്റിവൈറസുകളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ആന്റിവൈറസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. AVG, അവാസ്റ്റ്, നോർട്ടൺ ആന്റിവൈറസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, AVG, അതുപോലെ തന്നെ അവാസ്റ്റ് കേട്ടോ. പിന്നെ കാസ്പർസ്കി ഒക്കെ കേട്ടിട്ടുണ്ടാവും, ബിറ്റ് ഡിഫെൻഡർ അല്ലെ, ഡിഫെൻഡ് ചെയ്യാണ്. അപ്പൊ ആന്റിവൈറസ് ആണ് ബിറ്റ് ഡിഫെൻഡർ. പിന്നെ പാൻഡ, മെക്കഫെ, ഇതെല്ലാം ആന്റിവൈറസിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം ചിലപ്പോൾ എക്സാമിന് കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രീപ്പർ, ബ്രെയിന്, ആപ്പിൾ, അതിന്റെ കൂടെ AVG, ഏതാണ് ഓഡ് മാൻ ഔട്ട്.
അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ 3 വൈറസും ഒരു ആന്റി വൈറസ് ആ ഒരു രീതിയിലൊക്കെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് കാര്യം ഓക്കെ, അപ്പോൾ നാളെയാണ് എക്സാം. എല്ലാവരും നല്ല രീതിയിൽ ഇന്ന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ കമ്പ്യൂട്ടറിന് ഒരുപാട് ക്ലാസ്സുകളൊന്നും ചെയ്തിട്ടില്ല. മറ്റേ ക്ലാസ് അത്ര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സും കൂടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. നന്നായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ബൈ.